ഞാൻ മുജീബ് കാടരി, മലപ്പുറം നഗരസഭാ ചെയർമാൻ. 2024 ജനുവരി 23 ഇന്ന് യാദൃശികമായിട്ടാണ് തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റ് കാണാനിട വന്നത്. സ്ഥാപനത്തെക്കുറിച്ചും സ്ഥാപനം നിർവഹിച്ചു വരുന്ന ദൗത്യങ്ങളെക്കുറിച്ചും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ പുരോഗമനത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ടി ഈ സ്ഥാപനം നിർവഹിക്കുന്ന സമഗ്രമായ സംഭാവനകളെക്കുറിച്ചെല്ലാം മുൻകാലഘട്ടങ്ങളിൽ കേട്ടിരുന്നെങ്കിൽ പോലും നേരിട്ട് ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ദൗത്യത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കാനായത്. എത്ര മനോഹരമായിട്ടാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് പോലും പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്നൊരു സംവിധാനത്തിനെ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ആവിഷ്കരിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്ന് കാണുമ്പോഴാണ് ഭിന്നശേഷി വിഭാഗത്തിൽ സമൂഹത്തിൽ ആളുകൾ നൽകേണ്ട പ്രാധാന്യത്തിനെയും പ്രസക്തിയെയും കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകുന്നത്. ഈ കുട്ടികൾ, ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇവർ ഈ കുട്ടികളുടെയോ രക്ഷിതാക്കളുടെയോ മാത്രം ഒരു ഉത്തരവാദിത്തമോ അവരുടെ മാത്രം ഒരു ബാധ്യതയോ അല്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മൊത്തം ബാധ്യതയാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പരിപാലനവും ആ കുട്ടികളുടെ പരിപോഷണവും എന്ന് പറയുന്നത്. ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ ഈ കുട്ടികളുടെ ഭിന്നശേഷിയെ, സർഗാത്മകതയെ, ഇവരുടെ കലാസാംസ്കാരിക വൈഭവങ്ങളെ, ഇവരുടെ പഠന അഭിരുചിയെ, ശാസ്ത്രീയമായ സമീപനങ്ങളെ, അങ്ങനെ തുടങ്ങി സമഗ്രമായ വികസനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വേർഷനുകളാണ് ഈ സ്ഥാപനത്തിൽ കാണാനായത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ഈ ഭിന്നശേഷി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം, ഭിന്നശേഷി കുട്ടികൾ സമൂഹത്തിൽ ബാധ്യതയാകുന്നതിന് പകരം അവർ സമൂഹത്തിലെ രക്ഷിതാക്കളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആ കുട്ടികളുടെ സാന്നിധ്യം കൊണ്ട് കുടുംബത്തിനോ രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ അവരെ സ്വയം പര്യാപ്തരാക്കിയെടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നിർവഹിക്കപ്പെടുന്നത്. ഇത്രയും വിപുലമായ രീതിയിൽ കുട്ടികളെ തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ ഈ മാതൃകകൾ ആകാവുന്ന രീതിയിൽ ഞങ്ങളുടെയൊക്കെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥമായ രീതിയിൽ ഈ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് സഹതാപത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള സാന്ത്വനത്തിൻ്റെയോ മാത്രം പിൻബലമല്ല, അവരാലാകുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് സമഗ്രമായ പുരോഗതിക്ക് അവർക്കാകാവുന്ന രീതിയിൽ പിൻബലം നൽകി ശാസ്ത്രീയമായ സമീപന രീതികളോടുകൂടി ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടു വരിക വഴി യഥാർത്ഥമായിട്ടുള്ള ഈ കുട്ടികളുടെ വളർച്ചയും വികാസവും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലായിടത്തും മാതൃകയാക്കാവുന്ന, ഇതിൻ്റെ പൂർണ്ണ വിശാലമായ അർത്ഥത്തിൽ ഇത് നിർവഹിച്ചെടുക്കാൻ എല്ലാവരും പോലും കഴിയണമെന്നില്ല. ശ്രീ മുതുകാടിനെ പോലുള്ള സമർപ്പണ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ നിരന്തരമായിട്ടുള്ള സമർപ്പണവും അദ്ദേഹത്തിന് ലോക പരിചയവും അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുന്നത് വഴി യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളാവുന്നത്, ഇതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത് പാർശ്വവൽക്കൃതരായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളും ആ കുട്ടികളുമാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവരാനാകില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ ചെറിയ രൂപങ്ങൾ, മിനിയേച്ചർ വെർഷനുകൾ ആകാവുന്ന രീതിയിൽ കൊണ്ടുവരാവുന്നതാണ്. നന്മയുടെ വാക്കുകൊണ്ട്, നന്മയുടെ സാന്നിധ്യം കൊണ്ട്, നന്മയുടെ സാമീപ്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് പൂർണ്ണമായും പിൻബലം നൽകുക എന്നുള്ളത് വലിയൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. ആ ദൗത്യമാണ് ശ്രീ മുതുകാടിൻ്റെ ഈ പ്രവർത്തനത്തിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, പൊതുപ്രവർത്തകരായ ആളുകൾക്ക് വരുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. മനോഹരമായ രീതിയിൽ, വാക്കുകൾക്ക് അതീതമായ രീതിയിൽ ഈ ദൗത്യം ഇവിടെ നിർവഹിച്ച് കാണിച്ച് ഇത്ര വിപുലമായ രീതിയിൽ ഈ സംവിധാനങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷം തോന്നി. പൂർണ്ണമായ ഐക്യദാർഢ്യവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ ആശംസകളും. മലപ്പുറം നഗരസഭയിലെ കൗൺസിലർമാരുടെ സംഘം, 25ഓളം വരുന്ന നഗരസഭാ കൗൺസിലർമാർ ഇന്ന് ഈ പ്ലാനറ്റ് സന്ദർശിക്കുകയുണ്ടായി. പൂർണ്ണ സംതൃപ്തിയോടുകൂടി അതിലേറെ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ ഈ സന്ദർശനം പൂർത്തിയാക്കുന്നത്. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്.